ഹായ്, ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത്ര സൂപ്പർ കേക്കൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും എന്റെ കുറച്ച് വർഷത്തെ ഇസ്രായേൽ ജീവിതത്തിൽ ഞാൻ അവിടെ വെച്ച് കുറെ കേക്കുകൾ ഉണ്ടാക്കാൻ പഠിച്ചായിരുന്നു. കാരണം അവിടെ താമസിച്ചൊരു ഏരിയ ഓറഞ്ച് തോട്ടമായിരുന്നു. അപ്പം അവിടുന്ന് ആ തോട്ടത്തിൽ വെച്ച് കിട്ടുന്ന ഓറഞ്ച് കൊണ്ടുവന്നിട്ട് ഞാൻ പിഴിഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പം അതുപോലത്തെ ഒരു കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഓറഞ്ചിൻ ആ സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു ഐഡിയയിൽ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ കേക്ക് ഉണ്ടാക്കി. അപ്പം ഫുള്ള് ഓറഞ്ചാണ്. അതിന്റെ പുറത്ത് കുറച്ച് ചീസ് തേച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഉണ്ട്. സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഒരു കാപ്പി. ആ കാപ്പിക്ക് ഞാനിട്ടൊരു പേരാണ് കപ്പലണ്ടി കാപ്പി. ഈ കപ്പലണ്ടി കാപ്പി ഇട്ട് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? അപൂർവം ചില ആൾക്കാർ കുടിച്ചു കാണാൻ വഴിയില്ല. എങ്കിലും ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു കാപ്പി പരിചയപ്പെടുത്താം, കപ്പലണ്ടി കാപ്പി. അപ്പൊ ഇത് ഞാൻ എന്റെ നാട്ടിലെ ഷോപ്പില് ഞാൻ എന്റെ കൂട്ടുകാരന്മാരൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് കപ്പലണ്ടി കാപ്പി തരട്ടെ എന്ന് ചോദിക്കുമ്പം അതെന്ത് കാപ്പിടാ, ഞാൻ പറയാം അങ്ങനെ ഒരു വെറൈറ്റി കാപ്പി ഉണ്ട് തരട്ടെ. അങ്ങനെ ഞാൻ അവർക്ക് കപ്പലണ്ടി കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരൻ തങ്കച്ചനൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ തങ്കച്ചൻ പറഞ്ഞിട്ട് സൂപ്പറാ, നല്ല രസമുണ്ടെന്നൊക്കെ പറയും. അപ്പൊ നിങ്ങളും അത് പരീക്ഷിച്ചു നോക്കണം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. അപ്പം കാപ്പിക്കകത്ത് ഈ കപ്പലണ്ടി എന്ന് പറയുമ്പോൾ നല്ല മുരുമുരായിരിക്കണേ. നമ്മൾ ഈ വായിക്കകത്തൊക്കെ ഇട്ട് ചവച്ച നല്ല ഒരു തണുത്ത കപ്പലണ്ടി അല്ല, നല്ല വറുത്തെടുത്ത കണക്കത്ര കപ്പലണ്ടി. നല്ല ചൂടോടുകൂടി നമ്മളറിയില്ല വായിക്കകത്തിട്ട് ചവയ്ക്കുമ്പോൾ നല്ല തരിതരായിരിക്കും. അപ്പൊ അതിനകത്തെ കപ്പലണ്ടി പൊടിക്കണം. പൊടിക്കുന്ന മിക്സിയിലിട്ട് ഒരു 2 അടി അത്ര മാത്രം മതി. ഒരുപാട് പൊടിഞ്ഞു പോരുത്, അല്ലാതെ അങ്ങനെ പൊടിച്ചിട്ട് നിങ്ങൾ ഈ കാപ്പിക്കകത്ത്, നല്ല ചൂടുള്ള കാപ്പിക്കകത്ത് ഈ സ്പൂണില് 2 സ്പൂൺ കോരി എടുത്തിട്ട് നിങ്ങൾ ഈ കാപ്പിക്കകത്തിട്ട് ഇങ്ങനെ കലക്കണം കേട്ടോ. കലക്കിയിട്ട് ഒരു കേക്ക്, ജസ്റ്റ് ഒരു കേക്ക്, അതില്ലാത്തവര് ഓക്കെ വിട്ടേക്കുക. അല്ലെങ്കിൽ ഈ കാപ്പിക്കകത്ത് ഈ കപ്പലണ്ടി ഇട്ട് ഇങ്ങനെ ഇളക്കിയിട്ട്, സ്പൂണ് നിർബന്ധമാണ് കേട്ടോ. അത് പിള്ളേർക്കായിരുന്നു നിങ്ങൾ കൊടുക്കണം, അവർക്ക് എല്ലാം നല്ല ഇഷ്ടപ്പെടും. അപ്പൊ അത് എടുത്തിട്ട് നിങ്ങളിങ്ങനെ കറക്കിയിട്ട് ഈ കോഫി ഇങ്ങനെ കുടിക്കണം. ഈ കുടിക്കുമ്പോഴത്തേക്കും ഈ കപ്പലണ്ടിയുടെ തരി എന്ന് വെച്ചാൽ ഈ കപ്പലണ്ടി നമ്മുടെ വായിക്കകത്തോട്ട് വരും. അപ്പൊ അതൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം അത് ഈ സ്പൂൺ അവസാനം ഈ കപ്പലണ്ടി ഇതിനകത്ത് കിടക്കണം, കുറച്ച് കിടക്കും. അത് ഈ സ്പൂണിൽ കോരി കുടിക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ എന്ത് കാര്യവും ടേസ്റ്റ് ആണല്ലോ ഇഷ്ടപ്പെടുന്നത്. മലയാളികളെന്നല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പൊ നിങ്ങൾ കപ്പലണ്ടി കാപ്പി, അപ്പൊ നിങ്ങൾ കാപ്പി ഉണ്ടാക്കേണ്ട പറഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിനകത്ത് നല്ല കപ്പലണ്ടി ഇട്ട് നല്ല ഇളക്കിയിട്ട് നിങ്ങൾ കുടിച്ചു നോക്കൂ, സൂപ്പർ ആയിരിക്കും. അപ്പൊ കുടിച്ചതിന് ശേഷം കൊള്ളത്തില്ല എന്നും പറഞ്ഞ് കമന്റ് ചെയ്യാൻ വരരുത്. കാര്യം ശരീരത്തിന് ഗുണമുള്ള കാര്യം നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്കും കൊടുത്തതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഉണ്ടാക്കി കേക്ക് കാണിച്ചിട്ടെ. അപ്പൊ ഞാൻ പരിചയപ്പെടുത്തിയ കാപ്പിയുടെ പേരെന്താ? കപ്പലണ്ടി കാപ്പി. ഈ ലോകത്ത് ഇങ്ങനൊരു കാപ്പി ഇല്ല എന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനായിട്ട് നിങ്ങൾക്കൊരു കാപ്പി പരിചയപ്പെടുത്തുന്നു, കപ്പലണ്ടി കാപ്പി. ഓക്കെ, ഞാൻ കുടിക്കാറുണ്ട്, സൂപ്പറാ. അപ്പൊ ഞാൻ ഉണ്ടാക്കി കേക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കി കേക്ക് കണ്ട. കൊള്ളാവോ? അപ്പൊ ഇതിന് ഞാൻ കഴിച്ചു നോക്കണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഓറഞ്ചിന്റെ നീരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. പിന്നെ കേക്കിന്റെ ആയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ ചൂടാക്കി എല്ലാം സൂപ്പറാണ്. ഞാൻ കഴിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.